ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. ഇന്നത്തെ വീടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലൊരു ലോ ബഡ്ജറ്റ് ഹോം എന്ന് തന്നെ പറയാം. ബേസ്മെന്റ് എല്ലാം കൊടുത്തിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട് നിർമ്മിച്ചിട്ട് ഏകദേശം 3 വർഷത്തോളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേക സ്ട്രക്ചറാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത്. സോ ആ ഒരു കാഴ്ചകളെല്ലാം ഒരുപാട് ഐഡിയാസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ ഒരു വീടിന്റെ കാഴ്ചകളൊക്കെ നിങ്ങളെ കൂടെ കാണിക്കണം എന്ന് എനിക്ക് തോന്നി. പിന്നെ കൂടാതെ ഒരുപാട് ഫ്രൂട്ട് ഫാംസും വെജിറ്റബിൾസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന രീതിയിലാണ് ഈ ഒരു കൊച്ചു ഭവനം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് മുഹമ്മദ് അലിക്കയുടെയും നൂർജഹാനത്തയുടെയും ഈ സുന്ദരമായ വീടൊന്ന് കണ്ടുവരാം. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് വാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് വാള് വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു പെയിൻറ്റ് ടെക്സ്ചർ തന്നെയാണ് കോമ്പൗണ്ട് വാളിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ഫുൾ ലെങ്ത്ത് നല്ല നീളമായിട്ട് തന്നെ ഒരു 20 സെൻറ്റ് പ്ലോട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ആ ഒരു പ്ലോട്ട് കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യുന്ന രൂപത്തിൽ കോമ്പൗണ്ട് വാളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രണ്ടേജ് കംപ്ലീറ്റ് ഒരു സെയിം കളർ പെയിൻറ്റ് തന്നെ കൊടുത്തിരിക്കുന്നതുകൊണ്ടും ആ ഒരു വീടിനും ആ ഒരു കളർ ടോൺ തന്നെ വരുന്നതുകൊണ്ടുമാണ് ഈ ഒരു വീട് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നീട് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ ഒരു കോമ്പൗണ്ട് വാളിൻ്റെ 2 സൈഡിലും ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വശത്തു നിന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്ന രൂപത്തിലുള്ള വിശാലമായ ഗേറ്റ് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാ മുറ്റത്തേക്ക് കയറി വന്ന നല്ലൊരു അടിപൊളി മുന്തിരിയുടെ പന്തലാണ് ഈ കാണുന്നത് കേട്ടോ. മുറ്റത്ത് നന്നായിട്ട് തന്നെ നല്ല കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകും. അത്രമാത്രം ക്യാഷ് മുടക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ പന്തലൊക്കെ വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു മുന്തിരി വള്ളി ഇതിലേക്ക് കയറ്റിയിരിക്കുന്നത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൃഷിയോട് ഒത്തിരി ഇൻട്രസ്റ്റോടെ ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ കൃഷികളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അത്യാവശ്യമുള്ളതുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ മുറ്റത്ത് ഒരുപാടുള്ള സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ ഫ്രൂട്ട് പ്ലാന്റ്സുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് ഈ ഒരു പ്ലേസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വീടിൻ്റെ കളർ ടോണിനോട് മാച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള ഇൻ്റർലോക്ക് തന്നെയാണ് മുറ്റത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഓറഞ്ചും വൈറ്റും കളർ കോമ്പിനേഷൻ ഇൻ്റർലോക്കിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഈ റോഡിലൂടെ പോകുന്ന സമയത്ത് ഈ വീട് പ്രത്യേകിച്ച് ആളുകളെ ഒന്ന് ശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ കൊളത്തൂർ വളാഞ്ചേരി റോഡിൽ PK കുളമ്പിലാണ് 1500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ സൈഡിലൊക്കെ നല്ല റോസാപ്പൂക്കളൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ചെറിയൊരു ഗാർഡന് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വാളിൽ ബേ വിൻഡോ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വാളിൽ വരുന്ന ഈ ഒരു സ്പേസ് കംപ്ലീറ്റ് കിട്ടുന്നത് റൂമിൻ്റെ ഉള്ളിലേക്കാണ്. കണ്ടില്ലേ, ഇതാണ് ബേ വിൻഡോ. അപ്പോൾ ഇത്രയും ഒരു സ്പേസ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വീടിനകത്തേക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ കിട്ടുന്നതിന് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഡ്രസ് വർക്ക് വിത്ത് സെറാമിക് റൂഫിംഗ് ആണ് ഈ വീടിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻ്റർലോക്ക് ബ്രിക്ക് യൂസ് ചെയ്തിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇൻ്റർലോക്ക് ബ്രിക്കിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഇൻ്റർലോക്ക് മുറ്റത്ത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു ലോക്ക് ഇരിക്കുന്നത്, ബ്രിക്സ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രിക്കിൽ മറ്റൊരു ബ്രിക്സുകൾ കണക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വീട് റിനോവേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ബ്രിക്ക് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് ഈ വീടിൻ്റെ എല്ലാ ഭാഗവും വലിയ ബുദ്ധിമുട്ട് കൂടാതെ തന്നെ എടുത്തു മാറ്റാൻ എളുപ്പമായിരിക്കും. കൂടാതെ തന്നെ ഇത് നല്ല കൂളിംഗ് ആണ് വീടിനുള്ളിലേക്ക് കൊടുക്കുന്നതും. പിന്നെ പുറത്തേക്ക് നല്ലൊരു ഷോ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കൂടാതെ വീടിൻ്റെ സ്പേസ് ഒന്നുകൂടെ കൂടുതലായിട്ട് തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാനും കൂടെ ഈ ഒരു ഇൻ്റർലോക്ക് ബ്രിക്ക് കൊണ്ട് സാധിക്കുന്നുണ്ട്. നോർമലി നമ്മളുടെ കല്ലൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഇതിൻ്റെ വീതി കുറവാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേസ് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. 3 വർഷം മുന്നേ ആണ് ഈ ഒരു വീട് ഹൗസ് വാമിംഗ് കഴിഞ്ഞിരിക്കുന്നത്. അന്ന് ഏകദേശം 30 ലക്ഷം രൂപയോളം ഇവർക്ക് ഇതിന് എക്സ്പെൻസ് വന്നിരിക്കുന്നത്. അത്രയും എക്സ്പെൻസ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിന് ബേസ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല വെള്ളം നിൽക്കുന്ന ഒരു സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അടിഭാഗത്ത് നിന്ന് പില്ലർ കൊടുത്തിട്ട് വീട് മുകളിലേക്ക് പൊക്കിയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വഴിയെ കാണാം ബേസ്മെൻ്റ് എല്ലാം. അങ്ങനെ ഇതാ വീടിന് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടൊരു സ്പേസ് തന്നെയാണ്. ഡൈനിങ് ഹാളും ലിവിങ് ഏരിയ എല്ലാം ഉള്ളത്. മെയിൻ ഡോർ കടന്ന് നമ്മളിതാ എത്തിച്ചേരുന്നത് ഈ ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. ഇവിടെ L ഷേപ്പിൽ സോഫ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ടീപ്പോയൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഫ്ലോറിലൊക്കെ മാർബോണേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2.8 വരുന്ന മാർബോണേറ്റ് ആണ്.
വീടിനകത്തും വൈറ്റ് ആൻഡ് ഓറഞ്ച് കളർ ടോൺ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സീലിംഗ് വർക്കിലൊക്കെ ഈ ഒരു ഓറഞ്ച് കളറിനെ എക്സ്ട്രാ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ സീലിംഗ് ഒന്നുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 2 ബെഡ്റൂമോട് കൂടിയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. കൂടാതെ ഒരു കോമൺ ടോയ്ലറ്റ് ഡൈനിങ് ഹാളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിലൊരു സെപ്പറേഷൻ ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. എൽ ഷേപ്പിലാണ് ടോട്ടലി ഒരു ഹാള് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരറ്റത്തായിട്ട് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. 6 കസേരയോട് കൂടെ വരുന്ന വുഡൻ ഗ്ലാസ്സിൽ വരുന്ന ടേബിളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിനെ ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന വാളിനെ 2 സൈഡിൽ വരുന്ന വാളിനെയും ഓറഞ്ച് കളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വാളിലായിട്ടാണ് ഈ കാണുന്ന ഷോക്കേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു വാളാണത്. അപ്പോൾ ഈ വാളിനെയും ആ ഒരു സെയിം കളർ തന്നെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ടേബിളിൻ്റെ മുകളിലായിട്ട് വരുന്ന സീലിംഗ് വർക്കാണിത്. 3 ഹാങ്ങിങ് ലാമ്പുകളെല്ലാം കൊടുത്ത് അതിനെ മനോഹരമാക്കിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഹോള് കംപ്ലീറ്റ് ആയിട്ട് അത്യാവശ്യം സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്ര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കോമൺ ടോയ്ലറ്റിൻ്റെ സൈഡിലായിട്ട് വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു മെയിൻ ബെഡ്റൂം കാണുന്നത്. അപ്പോൾ കോമൺ ടോയ്ലറ്റിൻ്റെ 2 സൈഡിലായിട്ടാണ് 2 ബെഡ്റൂമുകൾ ഈ വീടിന് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൊടുത്തിരിക്കുന്ന ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഏരിയ 14.5-13.5 ചെയ്തിരിക്കുന്നത്. 3 കള്ളിയിൽ വരുന്ന 2 ജനലുകളാണ് ഈ ഒരു റൂമിൽ കൊടുത്തിരിക്കുന്നത്. കർട്ടൻസ് എല്ലാം തന്നെ ക്ലോത്ത് കർട്ടൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫാമിലി കോട്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ വരുന്ന ഷെൽഫാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാണുന്ന പാറ്റേണിലാണ് ഇവിടെ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു സീലിംഗ് വർക്കിലും ആ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത ബേ വിൻഡോ കൊടുത്തിട്ടാണ് ഈ ഒരു റൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബേ വിൻഡോയുടെ സ്പേസ് താഴെ വരുന്ന ഭാഗം അത്രയും സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ഒട്ടും തന്നെ സ്ഥലം നഷ്ടപ്പെടാതെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നതിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം. റൂമിലേക്ക് കടന്നു വരുന്ന ഡോറിൻ്റെ നേരെ സൈഡിലായിട്ടാണ് ഈ ഒരു ബാത്റൂം ഡോർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി ഈ കാണുന്നതാണ് ഈ ഒരു റൂം എന്ന് പറയുന്നത്. ഇനി ഈ റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രൂപത്തിലാണ് മറ്റ് 2ാമത്തെ ബെഡ്റൂം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 12-11 ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2-4 വരുന്ന വിട്രിഫൈഡ് ടൈലാണ് ഫ്ലോർ ടൈലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോക്സി ചെയ്തിട്ടാണ് ഫ്ലോർ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ സീലിംഗ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ക്വയർ സീലിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടാണ് സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു കോട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. അലൂമിനിയം ഫാബ്രിക്കേഷനിൽ വരുന്ന ഷെൽഫ് വർക്കുകളാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഈ ഒരു വാളിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്ലാന് യഥാർത്ഥത്തിലുള്ള പ്ലാനിൽ നിന്നും ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഈ ഒരു പ്ലാന് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കംപ്ലീറ്റ് ഇതിൻ്റെ എല്ലാ ഭാഗത്തെയും ഏരിയാസ് പറയാതിരിക്കുന്നത്. 2 ബെഡ്റൂമും കണ്ടു കഴിഞ്ഞ് നമുക്ക് കിച്ചണാണ് കാണാനുള്ളത്. അപ്പോൾ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ ഈ കിടക്കുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിന് ഡോറ് കൊടുത്തിട്ടില്ല, ചുമ്മാ ഒരു കർട്ടൻ കൊടുത്തിട്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കിച്ചണിലെ വാർഡ്രോബുകളെല്ലാം ചെയ്തിരിക്കുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ വാർഡ്രോബുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കിച്ചൺ റാക്ക് നോക്കുകയാണെങ്കിൽ എൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. റാക്കിൻ്റെ കൗണ്ടർ ടോപ്പ് എല്ലാം കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ്. ഇലക്ട്രോണിക് ചിമ്മിനിയൊക്കെ കൊടുത്തിട്ടാണ് ഗ്യാസ് സ്റ്റവ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 ബർണറിൽ വരുന്ന ടേബിൾ ടോപ്പ് ഗ്യാസ് സ്റ്റവ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ റാക്കിൻ്റെ കോർണറിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സിങ്കും അവിടെ ചെയ്തിട്ടുണ്ട്. 2 കോർണറിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് റാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ സൈഡിലായിട്ട് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോർ റൂമായിട്ട് ഈ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോർ റൂമിന് തന്നെ ഡോറൊന്നും കൊടുത്തിട്ടില്ല.
വുഡൻ ഡിസൈനിൽ വരുന്ന ഫ്ലോർ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ മുകളിലെ റാക്കിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സീലിംഗിൽ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ബ്ലൂ കളറിൽ വരുന്ന, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീടിന്റെ ടെറസിലേക്ക് കയറുന്നതിനുള്ള സ്പേസ് ആണ്. ഡ്രസ് വർക്കിൽ ചെയ്തിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ അത് കോണിയൊന്നും വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മുകളിൽ ടാങ്ക് ഒക്കെ വെച്ചിരിക്കുന്നത് ആ കാണുന്ന സ്റ്റോർ റൂമിന് മുകളിലായിട്ടാണ്. കിച്ചൺ അങ്ങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഒരു ഓപ്പൺ കിച്ചണിലേക്കാണ്, വർക്ക് ഏരിയയിലേക്കാണ് വരുന്നത്. വളരെ ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും ഗ്രില്ലൊക്കെ കൊടുത്തിട്ടാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് നല്ല ഓപ്പൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു കിച്ചൺ അറേഞ്ച്മെന്റ്. ഇതാ ഇവിടെ നിന്ന് താഴേക്ക് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഇവിടെ എല്ലാം തന്നെ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം പോയിട്ട് കാണാം. ഈ ഒരു വർക്ക് കണ്ടില്ല, മുകളിൽ ചെയ്തിരിക്കുന്ന റൂഫിന്റെ ഇതുപോലെയാണ് ഈ വീടിന്റെ കംപ്ലീറ്റ് റൂഫിങ്ങും ചെയ്തിരിക്കുന്നത്. ഡ്രസ് വർക്ക് ചെയ്ത് സെറാമിക് ഓട് കൊടുത്തിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് റൂഫിങ് ഈ വീടിന്റെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിലെ വിറകടുപ്പും സിങ്കും എല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഈ വീടിന്റെ ബാക്ക് സ്പേസ് ആണ് കാണാനുള്ളത്. ഇതാ ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് നമ്മളിങ്ങനെ ചെല്ലുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ വീടിന്റെ ബാക്കിലൂടെ കൊടുത്തിരിക്കുന്ന ഒരു വരാന്തയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബേസ്മെൻറ്റ് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വീടിന് ചുറ്റിലൂടെയും ഒരു വരാന്ത പോലെ കിട്ടിയിട്ടുണ്ട്. അതിലൂടെയാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് പ്ലംബിങ്ങും മറ്റ് എല്ലാ പൈപ്പുകളെല്ലാം കൊണ്ടുപോയിട്ടുള്ളത്. ദാ ഈ കാണുന്ന പാസേജിലൂടെയാണ്. താഴെ കാണുന്ന ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ നമുക്ക് കാണാനുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ ഞാനിത് ഉൾപ്പെടുത്തുന്നതാണ്, നിങ്ങൾ കാണാൻ മറക്കരുത്. ഈ ഇവിടെ മുറ്റത്തൊക്കെ ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊക്കെ മറ്റൊരു വീഡിയോ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോയുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതാ ഈ വരാന്തയിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബേസ്മെൻറ്റിലേക്കുള്ള വഴിയാണ്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. മുറ്റം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗം ദാ കോൺക്രീറ്റ് ചെയ്തിട്ട് താഴേക്ക് ഒരു റോഡ് പോലെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഈ ഒരു പ്ലോട്ടിൻ്റെ അടിവശത്തേക്കാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹൈറ്റിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടും വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു പ്ലോട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബേസ്മെൻറ്റ് കൊടുത്തിട്ട് അത്യാവശ്യം പില്ലറിലാണ് ഈ വീട് പൊക്കി നിർത്തിയിരിക്കുന്നത്. ബേസ്മെൻറ്റ് കാണാൻ പോകുന്നതിനിടയ്ക്ക് ഒരുപാട് കൂട്ടുകാരെ നമ്മളിങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചക്കയുടെ വെറൈറ്റീസും അതുപോലെ കോവലും ഒക്കെ ഇഷ്ടം പോലെ ഐറ്റംസ് ഈ ഒരു തൊടിയിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുഹമ്മദ് അലിക്കൻ്റെ ഫുൾ എഫേർട്ടാണ് ഈ ഒരു കൃഷിയുടെ വിജയത്തിന് മുന്നിലൊക്കെ. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ബേസ്മെൻറ്റ്. കണ്ടില്ലേ, ഇത്രയും പില്ലേഴ്സ് പൊക്കിയിട്ടാണ് ഈ വീട് കയറ്റി നിർത്തിയിരിക്കുന്നത്. താഴെ അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയുണ്ട്. ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് ഈ താഴെ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ വേറൊരു ഫാമിലിക്ക് വീട് സെറ്റ് ചെയ്യണമെങ്കിലോ ക്വാർട്ടേഴ്സായിട്ട് കെട്ടണമെങ്കിലോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. താഴെ ഈ സൈഡിലായിട്ട് നല്ലൊരു കിണറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മുഹമ്മദ് അലിക്കയുടെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീടും വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട് ഫാമും മറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.